ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും കാട്ടിലും പോയവർക്കറിയാം, കുന്നിന്റെയും താഴ്വരയുടെയും മേലെ വീശുന്ന നിലാവിന്റെ ഭംഗിയെപ്പറ്റി. കാട്ടിലെ പുല്ലിനെയും തിങ്ങിനിൽക്കുന്ന കുറ്റിച്ചെടികളുടെയും മരങ്ങളുടെ ഓരോ ഇലയെയും വ്യക്തമായി കാണിച്ചു തരും. അതേസമയം നിലാവെളിച്ചമെത്താത്ത ഇരുണ്ട സ്ഥലങ്ങൾ കൂടുതൽ നിഗൂഢമായിരിക്കും. ചിലപ്പോൾ അതിലൊളിഞ്ഞിരിക്കുന്നത് ഇര തേടുന്ന മൃഗങ്ങളോ, വളരെ ശ്രദ്ധയോടെ നിൽക്കുന്ന മാനോ, അല്ലെങ്കിൽ പതിയിരിക്കുന്ന ഇഴജന്തുക്കളുമാകാം. ജോലഗിരിക്കാട്ടിൽ എല്ലാം ശാന്തമായി കാണപ്പെട്ടു. എന്നിട്ടും എല്ലായിടത്തും അപകടമുണ്ടായിരുന്നു. ഒരു കൊലപാതകം അവിടെ നടന്നിരിക്കുന്നു. കാരണം പഴക്കം ചെന്ന തോക്കുകളുള്ള 3 വേട്ടക്കാർ കുറച്ചു മാംസം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അവർ കാട്ടിലെ ജലാശയത്തിന്റെ കരയിൽ ഒരു ഒളിത്താവളം നിർമ്മിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വരുന്ന മാനുകളെയും കാത്ത് അവരവിടെ കാത്തിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. പൂർണ്ണചന്ദ്രൻ ആകാശത്തിന്റെ നെറുകയിലെത്തി. നല്ല നിലാവുള്ളതിനാൽ പ്രദേശം പകൽ പോലെ വെളിച്ചമുള്ളതായി. പെട്ടെന്ന് അവരുടെ ഇടതുവശത്തെ കുറ്റിച്ചെടികളിൽ നിന്ന് ഇലകൾ അനങ്ങുന്നതും ഒരു മൃഗത്തിന്റെ മുരൾച്ചകളും കേട്ടു. എന്തായിരിക്കുമത്? കാട്ടുപന്നികളായിരിക്കുമോ? അങ്ങനെയെങ്കിൽ നല്ല രുചിയുള്ള മാംസം ലഭിക്കും. വേട്ടക്കാർ കാത്തിരുന്നു. പക്ഷേ ആ മൃഗം പുറത്തു വന്നില്ല. കൂട്ടത്തിലെ ഏറ്റവും നല്ല വേട്ടക്കാരനായ മുനിയപ്പ അക്ഷമനായി ശബ്ദം കേൾക്കുന്ന കുറ്റിക്കാട്ടിലേക്ക് വെടിവയ്ക്കാൻ തീരുമാനിച്ചു. ചുറ്റുമുള്ള നിഴലിനേക്കാൾ വലിയൊരിരുണ്ട രൂപം കണ്ടപ്പോൾ അവൻ വെടിവെച്ചു. കൂടെ ഒരു അലർച്ചയും. കുറ്റിച്ചെടികൾ ഉലയുന്ന ശബ്ദവും കേട്ടു. ശേഷം ചുമയ്ക്കുന്ന ഹൂഫ് ഹൂഫ് എന്ന ശബ്ദവും. അതൊരു കടുവയായിരുന്നു. ആ 3 വേട്ടക്കാരും ഭയന്നിട്ട് ഒരു ശബ്ദവും ഉണ്ടാക്കാതെ തിടുക്കത്തിൽ അവരുടെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. അവർ ചെയ്തതിന്റെ ഫലം എന്തായിരിക്കുമെന്നോർത്ത് ആ രാത്രി കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം എല്ലാം സാധാരണ പോലെയായിരുന്നു. നല്ല ആരോഗ്യവാനായ ഒരു ആൺകടുവ കാട്ടിൽ ചത്തുകിടക്കുന്നുണ്ടായിരുന്നു. പഴയ തോക്കിൽ നിന്നുള്ള വെടി അവന്റെ ഹൃദയത്തിൽ തറച്ചിരുന്നു. അങ്ങനെ മുനിയപ്പയും കൂട്ടുകാരും അന്ന് ഗ്രാമത്തിലെ നായകന്മാരായി. പക്ഷേ അടുത്ത രാത്രി കഥ മാറി. ഇരുട്ട് വീണപ്പോൾ ചത്ത ഇണയെ തേടി ഒരു പെൺകടുവയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ടു. അത് ഇണചേരുന്ന സമയമായിരുന്നു. തലേന്ന് മാത്രമാണ് അവൾക്ക് തന്റെ ഇണയെ കിട്ടിയത്. അതുകൊണ്ട് അവന്റെ പെട്ടെന്നുള്ള തിരോധാനം അവളെ ദേഷ്യം പിടിപ്പിച്ചു. ഇത് മനുഷ്യർ കാരണമാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരാഴ്ച മുഴുവൻ അവൾ രാത്രി തോറും അസ്വസ്ഥമായി ചുറ്റിക്കറങ്ങി. പകൽ കാടിന്റെ ഉള്ളിൽ നിന്നും രാത്രിയിൽ ഗ്രാമത്തിന്റെ അതിർത്തി വരെ എത്തി അവൾ അലറി. വേട്ടമൃഗത്തിന്റെ തല സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന ചെറുപ്പക്കാരനായ ജാക്ക് ലിയോണാർഡ് 8ാം ദിവസം രാവിലെ ഒരു അടിയന്തര കത്ത് കിട്ടിയപ്പോൾ ഗ്രാമത്തിലെത്തി. അയാൾ അവിടെയുള്ള സാഹചര്യം മനസ്സിലാക്കി. കടുവ എല്ലായിടത്തും കറങ്ങുന്നുണ്ടെന്ന് അവന് മനസ്സിലായപ്പോൾ കാട്ടിനുള്ളിലെ ബംഗ്ലാവിലേക്കുള്ള വിജനമായ വഴിയിൽ അവളുടെ കാൽപ്പാടുകൾ കണ്ടു. അന്ന് വൈകുന്നേരം ജാക്ക് അവന്റെ ഭാഗ്യം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. വൈകുന്നേരം 5 മണിയോടെ വഴിയിൽ സൗകര്യമായി നിന്ന ഒരു വലിയ കുറ്റിച്ചെടിക്കുള്ളിൽ അവൻ ഒളിച്ചു. മിനിറ്റുകൾ കടന്നുപോയി. വൈകുന്നേരം 6 മണിയായപ്പോൾ പ്രദേശമാകെ ഇരുട്ടുപരന്നു. കുറച്ചകലെ അവന്റെ വലതുവശത്തുള്ള കുറ്റിച്ചെടികളിൽ ഒരനക്കം. കടുവയെ ആദ്യം കാണാനായി ലിയോണാർഡ് കണ്ണുകൾ തുറന്ന് പിടിച്ചുനോക്കി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. വീണ്ടും മിനിറ്റുകൾ കടന്നുപോയി. പിന്നീട് അവൻ അടുത്തുള്ള വഴിയുടെ വക്കിലൂടെ വേഗത്തിൽ നീങ്ങുന്ന കടുവയുടെ രൂപം അവന് കാണാൻ കഴിഞ്ഞു. അവൻ തന്റെ തോക്ക് ഇടതു തോളിലേക്ക് മാറ്റി ഒളിച്ചിരുന്ന കുറ്റിച്ചെടിയിൽ നിന്ന് കഴിയുന്നത്രയും പുറത്തേക്ക് ചാഞ്ഞ് ആ കടുവയെ വെടിവെച്ചു. ലിയോണാർഡിന്റെ വെടി കടുവയുടെ വലതു തോളിൽ ആഴത്തിൽ തറച്ചു. അതോടെ അത് ഉച്ചത്തിൽ അലറിക്കൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. നിരാശനായ ലിയോണാർഡ് അതിന്റെ വഴി പിന്തുടരാൻ രാവിലെ വരെ കാത്തിരുന്നു. എല്ലായിടത്തും നിറയെ രക്തമുണ്ടായിരുന്നു. പക്ഷേ പാറകളും ദുർഘടമായ പ്രദേശവും ഇടതൂർന്ന കാടുകളും നുഴഞ്ഞുകയറാൻ പറ്റാത്ത കുറ്റിച്ചെടികളും കാരണം അവന് തന്റെ ഇരയെ പിടിക്കാൻ കഴിഞ്ഞില്ല. മാസങ്ങൾ കടന്നുപോയി. ജോലഗിരിയിൽ നിന്ന് 7 മൈൽ അകലെ കാടിന്റെ ഉള്ളിലുള്ള സുലേഗുന്ത എന്ന ഗ്രാമം. അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഇടയ്ക്കിടെ പോകുന്ന ഒരു ചെറിയ അമ്പലമുണ്ടായിരുന്നു. 3 തീർത്ഥാടകർ
ഒരു പുരുഷനും ഭാര്യയും 16 വയസ്സുള്ള മകനും അവരുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അമ്പലത്തിൽ നിന്നൊരു 1/4 മൈൽ അകലെ ഒരു പുളിമരത്തിനടിയിലൂടെ നടക്കുമ്പോൾ പുളി പറിക്കാൻ വേണ്ടി മകൻ പിന്നിലായി. മാതാപിതാക്കൾ ഒരു നേരിയ മുരൾച്ചയും തുടർന്ന് ഹൃദയം നുറുങ്ങുന്ന ഒരു നിലവിളിയും കേട്ടു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ മകനെ ഒരു കടുവ കടിച്ചെടുത്ത് വഴിയിലൂടെ ഒരു തൊടിയിലേക്ക് ചാടിക്കടക്കുന്നത് കണ്ടു. പ്രായമായ ദമ്പതികൾ ധൈര്യപൂർവ്വം തിരിഞ്ഞ് കടുവയെ ചീത്ത വിളിച്ചു. അതിനു മറുപടിയായി അവരുടെ ഏക മകന്റെ 2 നിലവിളികൾ കൂടി കേട്ടു. പിന്നെ നിശബ്ദത. അതിനുശേഷം വടക്ക് ജോലഗിരി മുതൽ തെക്ക് 30 മൈൽ അകലെ ഗുണ്ടലം കന്നുകാലി താവളം വരെയും പടിഞ്ഞാറ് മൈസൂർ സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ നിന്ന് 20 മൈൽ അകലെ ഡങ്കനി കോട്ടയിലേക്കുള്ള പ്രധാന റോഡിന്റെ ഏകദേശം 45 മൈൽ നീളത്തിലും മരണങ്ങൾ തുടർന്നു. പുതുതായി വിവാഹിതയായ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 15 പേർ ഈ മൃഗത്തിന്റെ ഇരയായി. ഈ സമയത്താണ് ഈ ദുരന്തം അവസാനിപ്പിക്കാൻ എന്റെ സുഹൃത്തായ ഹോസൂരിലെ സബ് കളക്ടർ എന്നെ അടിയന്തരമായി വിളിച്ചത്. പ്രശ്നം തുടങ്ങിയ സ്ഥലമായ ജോലഗിരിയിലേക്ക് ഞാൻ യാത്ര ചെയ്തു. ഞാൻ കാര്യങ്ങൾ തിരക്കിയപ്പോൾ അതൊരു പെൺകടുവയായിരുന്നുവെന്ന് മനസ്സിലാക്കി. വേട്ടക്കാർക്ക് ഇണയെ നഷ്ടപ്പെട്ടതും പിന്നീട് ലിയോണാർഡിന്റെ ധൈര്യപൂർവ്വം എന്നാൽ ദൗർഭാഗ്യകരമായ വെടിയിൽ മുറിവേറ്റതും അതേ പെൺകടുവയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ജോലഗിരിയിൽ നിന്ന് ആ നരഭോജിയുടെ പുതിയ കാൽപ്പാടുകൾ തേടി ഞാൻ സുലേഗുന്തയിലേക്ക് നടന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ അടുത്ത കാലത്ത് കൊലപാതകങ്ങളൊന്നും നടന്നിരുന്നില്ല. ഉണ്ടായിരുന്ന കാൽപ്പാടുകളൊക്കെ അതിലെ കടന്നുപോയ കന്നുകാലിക്കൂട്ടം മായ്ച്ചു കളഞ്ഞു. ആക്രമണം നടന്ന സ്ഥലത്തിന്റെ തെക്കൻ അതിർത്തിയിലുള്ള 23 മൈൽ അകലെ ഗുണ്ടലത്തിലേക്ക് ഞാൻ നീങ്ങി. ഭൂരിഭാഗം കൊലപാതകങ്ങളും ഇവിടെ ഈ കന്നുകാലി താവളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 7 കന്നുകാലി മേച്ചിൽക്കാരാണ് ഇവിടെ മരണപ്പെട്ടത്. അതിനാൽ അവിടെ തങ്ങാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ സുഹൃത്തായ സബ് കളക്ടർ 3 നല്ല തടിച്ച പോത്തിൻകുട്ടികളെ ഇരയായി തന്നിരുന്നു. ഞാൻ അവയെ പല സ്ഥലങ്ങളിലായി കെട്ടിയിട്ടു. ആദ്യത്തതിനെ ഞാൻ ഗുണ്ടലം ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള പുഴയുടെ 1 മൈൽ താഴെയായി കെട്ടി. ആ സമയത്ത് ആ പുഴയിൽ ചെറിയ നീരൊഴുക്കു മാത്രമായിരുന്നു. സിഗ്ഗെ ഹല്ല എന്നറിയപ്പെടുന്ന ഒരു കൈവഴി ആ പുഴയിലേക്ക് ചേരുന്ന സ്ഥലമായിരുന്നു അത്. ആ വഴിയിലൂടെയാണ് പെൺകടുവ സാധാരണയായി പോകാറ്. രണ്ടാമത്തേതിനെ 4 മൈൽ അകലെ അടുത്ത ഗ്രാമമായ ആഞ്ചട്ടിയിലേക്കുള്ള വഴിയിൽ കെട്ടിയിട്ടു. അവസാനത്തേതിനെ കന്നുകാലി മേച്ചിൽക്കാർക്കും കന്നുകാലികൾക്കും ദിവസവും വെള്ളം കുടിക്കാൻ വരുന്ന ഒരു നീർച്ചാലിന്റെ അടുത്തായി ഞാൻ കെട്ടി. ഈ 3 ഇരകളെയും സുരക്ഷിതമായി കെട്ടിയതിനുശേഷം ഞാൻ അടുത്ത 2 ദിവസങ്ങളിൽ എന്റെ .405 വിൻചെസ്റ്റർ തോക്കുമായി കാൽപ്പാടുകൾ തേടിയും ഒരുപക്ഷെ ആ നരഭോജിയെ നേരിൽ കാണാനുള്ള പ്രതീക്ഷയോടെയും എല്ലാ ദിശയിലേക്കും കാട്ടിലൂടെ നടന്നു. രണ്ടാമത്തെ ദിവസം അതിരാവിലെ ഞാൻ ഗുണ്ടലം പുഴയുടെ മൃദുവായ മണലിൽ ആ പെൺകടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. രാത്രിയിൽ അവൾ താഴെ ഇറങ്ങി നീർച്ചാലിന്റെ അടുത്തുകൂടി നടന്ന് എന്റെ പോത്തിൻകുട്ടിയുടെ സമീപത്തുകൂടെ ഒരു കുന്നിൻ മുകളിലേക്ക് കയറി ആഞ്ചട്ടിയിലേക്ക് പോയിരുന്നു. ഇവിടെ മണ്ണുകട്ടിയുള്ളതുകൊണ്ട് കൂടുതൽ പിന്തുടരാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ ദിവസം രാവിലെ ഞാൻ വീണ്ടും തിരച്ചിലിലായി. ചൂടുവെള്ളത്തിൽ കുളിക്കാനും ഉച്ചഭക്ഷണം കഴിക്കാനുമായി ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് ആഞ്ചട്ടിയിലെ തലവന്റെ കൂടെ ഒരു കൂട്ടം ആളുകൾ വന്നത്. അവരെന്നെ അറിയിച്ചു, അന്ന് അതിരാവിലെ ആഞ്ചട്ടിയിൽ നിന്ന് 1 മൈൽ അകലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വെച്ച് പെൺകടുവ ഒരാളെ കൊന്നുവെന്ന്. തന്റെ കന്നുകാലികളിൽ നിന്നു ശബ്ദം കേട്ട് പുലർച്ചെ അന്വേഷിക്കാൻ പോയ ഒരു ഗ്രാമീണൻ തിരികെ വന്നില്ല. തുടർന്ന് അയാളുടെ സഹോദരനും മകനും അയാൾക്കായി തിരഞ്ഞപ്പോൾ കന്നുകാലി താവളത്തിനടുത്തായി അയാളുടെ പുതപ്പും വടിയും കണ്ടെത്തി. കടുവ ഇരയെ ആക്രമിച്ചപ്പോൾ തറയിൽ തെളിഞ്ഞുകാണാവുന്ന പിൻകാലുകളുടെ പാടുകളും അവർ കണ്ടു. അവർക്ക് പിന്തുടരാൻ ഭയമുണ്ടായിരുന്നതുകൊണ്ട് അവർ ഗ്രാമത്തിലേക്കും പിന്നീട് ആഞ്ചട്ടിയിലേക്കും ഓടിപ്പോയിരുന്നു. അവിടെ ശക്തി സംഭരിച്ച് തലവന്റെ കൂടെ അവർ എന്നെ കാണാൻ ധൃതിപ്പെട്ടു. ഞാൻ കുളിക്കാൻ നിന്നില്ല. പെട്ടെന്ന് ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ ആഞ്ചട്ടിയിലേക്കും ആ ചെറിയ ഗ്രാമത്തിലേക്കും തിടുക്കത്തിൽ പോയി. കടുവ ആക്രമിച്ച സ്ഥലത്തുനിന്ന് നിർഭാഗ്യവാനായ ആ മനുഷ്യൻ ശബ്ദമുണ്ടാക്കിയില്ല എന്നതിനാൽ അവനെ കൊന്നതായി മനസ്സിലാക്കി. അവിടെ നിന്നവരെ പിന്തുടരുന്നത് കടുപ്പമേറിയതും വേഗത കുറഞ്ഞതുമായിരുന്നു. കാരണം മണ്ണ് കട്ടിയുള്ളതും കല്ലുകൾ നിറഞ്ഞതുമായിരുന്നു. ഈ സാഹചര്യത്തിൽ കുറ്റിച്ചെടികൾക്കിടയിലെ മുൾച്ചെടികളുടെ ആധിക്യം ഞങ്ങളെ സഹായിച്ചു. കാരണം ഞങ്ങൾ ചുറ്റും തിരഞ്ഞപ്പോൾ മനുഷ്യന്റെ അരവസ്ത്രത്തിന്റെ കീറിയ ഭാഗങ്ങൾ മുള്ളുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തി. സാഹചര്യങ്ങൾ അത്ര ദുരന്തപൂർണമായിരുന്നില്ലെങ്കിൽ
ആ മൃഗം അത്തരം മുള്ളുകൾ ഒഴിവാക്കാനായി വഴി മാറി നടന്നത് എത്ര ബുദ്ധിപരമായിട്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഏകദേശം 300 വാര അകലെ ഒരു ചെറിയ അത്തിമരത്തിനടിയിൽ അവൾ ഇരയെ ഇറക്കിവെച്ചു. ഒരുപക്ഷെ അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നിരിക്കാം. പക്ഷേ അവൾ മനസ്സുമാറ്റുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ശല്യപ്പെടുത്തുകയോ ചെയ്തതിനാൽ അവൾ ഇരയെ വീണ്ടും കടിച്ച് 30 മൈൽ അകലെയുള്ള കാവേരി നദിയിലേക്ക് പോകുന്ന ഒരാഴത്തിലുള്ള തോടിനടുത്തേക്ക് പിൻവാങ്ങി. പിന്തുടരുന്നത് അതിനുശേഷം എളുപ്പമായിരുന്നു. കാരണം കടുവ കഴുത്തിൽ നിന്നും തൊണ്ടയിൽ നിന്നും പിടിമാറ്റിയിരുന്നു. അതാണ് രക്തമൊഴുകിപ്പോകാത്തതിന് കാരണം. ഇപ്പോൾ അവൾ അവനെ കടിച്ചു പിടിച്ചിരുന്നത് അവന്റെ പുറകിലായിരുന്നു. രക്തത്തുള്ളികളും കുറ്റിച്ചെടികളിലെ ഇലകളിലെ പാടുകളും കാരണം വഴി പിന്തുടരാൻ എളുപ്പമായി. 100 വാര കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനുഷ്യന്റെ അരവസ്ത്രം കണ്ടെത്തി. അത് പൂർണ്ണമായി അഴിഞ്ഞുപോയി ഒരു മുൾച്ചെടിയിൽ തൂങ്ങിക്കിടന്നിരുന്നു. ഇനിയൊരു വേട്ടക്കാരന്റെ ആവശ്യമില്ലാത്തതിനാലും ആളുകളുടെ എണ്ണം കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നതിനാലും അനാവശ്യ അപകടങ്ങൾ ഒഴിവാക്കാനും വേണ്ടി ഞാൻ മറ്റുള്ളവരോട് അവിടെ നിൽക്കാൻ ആംഗ്യം കാട്ടി. ശേഷം ഞാൻ തനിയെ സാവധാനം മുന്നോട്ടു നീങ്ങി. മുന്നോട്ടു പോകുന്നത് വളരെ പതുക്കെയായിരുന്നു. കാരണം ഞാൻ തോടിന്റെ ഇരുവശങ്ങളിലെയും ഇടതൂർന്ന കുറ്റിക്കാറുകൾ ശ്രദ്ധയോടെ പരിശോധിച്ചു. കാരണം പെൺകടുവ അവിടെ പതിയിരുന്ന് തന്നെ പിന്തുടരുന്നവനെ അവസാനിപ്പിക്കാൻ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ തോടിന്റെ 2 വളവുകൾ കഴിഞ്ഞപ്പോൾ തോടിന്റെ അടിയിൽ ഒരു പാറയുടെ ഭാഗം മുന്നോട്ട് തള്ളി നിൽക്കുന്നത് കണ്ടു. പാറയുടെ എതിർവശത്തുകൂടി ഞാൻ കഴിയുന്നത്രയും സാവധാനം മുന്നോട്ടു നീങ്ങി. സൂക്ഷ്മമായി നോക്കിയപ്പോൾ പാറയുടെ മറുവശത്തൊരു ഇരുണ്ട രൂപം കണ്ടു. അത് ദൗർഭാഗ്യവനായ ആ ഇരയുടെ ശരീരമായിരുന്നു. പെൺകടുവ ഇതിനകം നന്നായി ഭക്ഷണം കഴിച്ചിരുന്നു. ഇരയുടെ പകുതിയോളം അവൾ കഴിച്ചിരുന്നു. ഒരു കാലും ഒരു കൈയും ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയിരുന്നു. അവൾ പരിസരത്തെവിടെയുമില്ലെന്നുറപ്പായപ്പോൾ ഞാൻ ആളുകളിലേക്ക് മടങ്ങി. അവർക്കൊരു ഒളിയിടമുണ്ടാക്കാൻ സഹായിക്കാൻ ഞാൻ അവരെ വിളിച്ചു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപ് തന്നെ കൊലയാളി ഭക്ഷണം കഴിക്കാൻ തിരികെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു അത്. ഒളിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ മരത്തിന്മേൽ ഇരിപ്പിടമുണ്ടാക്കാനോ പറ്റുന്ന മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ 2 സാധ്യതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, തോടിന്റെ എതിർവശത്തിരിക്കുക. അവിടെ നിന്ന് ആ ഇരയുടെ ശരീരം വ്യക്തമായി കാണാമായിരുന്നു. രണ്ടാമത്തെ സാധ്യത, പാറയുടെ ചരിവിലൂടെ കയറി തോടിന്റെ തറനിരപ്പിൽ നിന്ന് 10 അടി ഉയരത്തിലുള്ളൊരു സ്ഥലത്തിരിക്കുക. അവിടെ പാറയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഏകദേശം 4 അടി അകലെയായി ഒരു പ്രകൃതിദത്തമായ തട്ടകമുണ്ടായിരുന്നു. ആദ്യത്തെ പദ്ധതി ഒരു നരഭോജിയുടെ കാര്യത്തിൽ വളരെ അപകടകരമായതിനാൽ ഞാനത് വേണ്ടെന്നുവച്ചു. അതിനാൽ പാറയിലെ തട്ടകത്തിലിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് എനിക്ക് മൃതദേഹം കാണാൻ മാത്രമല്ല, തോടിന്റെ മുഴുവൻ നീളവും ഞങ്ങൾ വന്ന വഴിയുടെ വളവുവരെയും മറ്റേ ദിശയിൽ അത് വലത്തേക്ക് പെട്ടെന്ന് തിരിയുന്ന 20 വാര ദൂരവും കാണാൻ കഴിഞ്ഞു. ഞാനിരിക്കുന്ന പാറയുടെ ഭാഗത്തിന് എതിർവശമായി കുറച്ചകലെയായി ശബ്ദം കേൾക്കാത്തൊരു സ്ഥലത്തുവച്ച് ഗ്രാമീണർ നിശബ്ദമായും വേഗത്തിലും കുറച്ച് മുള്ളുള്ള കൊമ്പുകൾ മുറിച്ചു. അവ അതേ ഇനത്തിൽപ്പെട്ടവയായിരുന്നതുകൊണ്ട് പശ്ചാത്തലവുമായി വ്യത്യാസം തോന്നിക്കില്ലായിരുന്നു. ഞാൻ എവിടെയിരിക്കുന്നുവെന്ന് ആ തോട്ടിൽ നിന്നും ആർക്കും കാണാൻ പറ്റാത്ത വിധം അവർ ആ കൊമ്പുകൾ തട്ടകത്തിന് താഴെയായി വച്ചു. ഭാഗ്യത്തിന് എന്റെ പുതപ്പ്, വാട്ടർ ബോട്ടിൽ, ടോർച്ച് എന്നിവ ഞാൻ കൊണ്ടുവന്നിരുന്നു. പൂർണ്ണചന്ദ്രൻ നേരത്തെ ഉദിക്കുന്നതുകൊണ്ട് ടോർച്ചിനു വലിയ ഉപയോഗമില്ലായിരുന്നു. വൈകുന്നേരം 3 മണിയോടെ ഞാൻ എന്റെ സ്ഥലത്തെത്തി. എന്നെ ആളുകൾ വിട്ടുപോയി. അടുത്ത ദിവസം രാവിലെ ചൂടുള്ള ചായയും പെട്ടെന്ന് കഴിക്കാനുള്ള സാൻഡ്വിച്ചുകളും കൊണ്ടുവരാൻ ഞാൻ അവരോട് നിർദ്ദേശിച്ചു. വൈകുന്നേരം സമയം പതുക്കെ കടന്നുപോയി. ഉദിച്ചുയരുന്ന സൂര്യന്റെ ചൂട് പാറപ്പുറത്ത് നേരിട്ടടിച്ചപ്പോൾ ഞാൻ വിയർപ്പിൽ കുളിച്ചു. തോടിന്റെ ഇരുവശങ്ങളിലേക്ക് നോക്കിയപ്പോൾ എല്ലാം നിശബ്ദമായിരുന്നു. ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ നിന്നുയരുന്ന ചൂട് മാത്രമായിരുന്നു അവിടെയുണ്ടായിരുന്നത്. കഴുകന്മാരുടെ അസാന്നിധ്യം കടുവ ആ ശരീരത്തെ കുത്തനെയുള്ള പാറയുടെ താഴെ വെച്ചതിനാൽ ആകാശത്തുനിന്ന് കാണാൻ കഴിയാത്തതുകൊണ്ടാവാം. ഏകദേശം 5 മണിയോടെ ഒരു കാക്കയത് കണ്ടുപിടിച്ചു. അതിന്റെ തുടർച്ചയായുള്ള കരച്ചിൽ ഉടൻ തന്നെ അതിന്റെ ഇണയെയും ആകർഷിച്ചു. പക്ഷേ മനുഷ്യന്റെ ഗന്ധം കാരണം ആ 2 പക്ഷികളും ആ മൃതദേഹത്തെ തിന്നാൻ ഭയപ്പെട്ടു. സമയം കടന്നുപോയി. സൂര്യൻ ദൂരെയുള്ള കാടുകൾ നിറഞ്ഞ കുന്നുകളുടെ അറ്റത്ത് ഒരു തീഗോളം പോലെ അസ്തമിച്ചു. കാക്കകൾ പറന്നുപോയി. അടുത്ത ദിവസം വിശപ്പ് കാരണം മനുഷ്യരുടെ ഗന്ധത്തെ ഭയക്കാതെ മൃതദേഹത്തിനടുത്തേക്ക് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കാക്കകൾ ദൂരെയുള്ള ഏതെങ്കിലും മരങ്ങളിൽ ചേക്കേറി. മയിലിന്റെ മനോഹരമായ വിളിയും മരക്കോഴികളുടെയും നീർച്ചാലിട്ടിയും ശബ്ദവും മാത്രമായി. ഞാനാ ശബ്ദത്തെ സ്വാഗതം ചെയ്തു. കാരണം ആ കാട്ടിൽ ഒരു മയിലിനേക്കാൾ ശ്രദ്ധയോടെ കാവൽ നിൽക്കുന്ന ഒരു മൃഗമില്ലെന്നെനിക്കറിയാമായിരുന്നു. കടുവ വരുന്നുണ്ടെങ്കിൽ അതെന്നെ ഉടൻ തന്നെ അറിയിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. അതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച സമയം.
ഞാൻ എല്ലാ ഇന്ദ്രിയങ്ങളും പൂർണ്ണമായി ഉണർത്തിക്കൊണ്ട് ഞാൻ ആ നരഭോജിയുടെ വരവിനായി കാത്തിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. മയിൽ പറന്നുപോയി. പകൽ വെളിച്ചം പോയതിനു പിന്നാലെ ഇരുട്ട് അതിവേഗം വന്നു. ഭാഗ്യത്തിന് നേരത്തെ ഉദിച്ച ചന്ദ്രന്റെ വെള്ളിവെളിച്ചം എനിക്ക് കാഴ്ചയുടെ പരിധി അല്പം തിരികെ നൽകി. പകൽ പക്ഷികൾ കൂടുതേടിപ്പോയിരുന്നു. അവയുടെ സ്ഥാനം രാത്രി പക്ഷികൾ ഏറ്റെടുത്തു. രാത്രിയുടെ തുടക്കത്തിൽ ശബ്ദമുണ്ടാക്കുന്ന പ്രാവുകളുടെ ചക് ചക് ചക്കു എന്ന തുടർച്ചയായ ശബ്ദം തണുത്ത തോടിന്റെ കരയിൽ മുഴങ്ങി. സമയം വീണ്ടും കടന്നുപോയി. പിന്നീട് ഒരു ശവത്തിനെപ്പോലെ നിശബ്ദത ആ പ്രദേശത്ത് തളം കെട്ടി. ഒരു ചീവീടിന്റെ ശബ്ദം പോലും ആ നിശബ്ദതയെ ഭംഗിച്ചില്ല. എന്റെ സുഹൃത്തുക്കളായ പ്രാവുകൾ ഭക്ഷണം തേടി മറ്റെവിടെയോ പോയിരുന്നു. താഴെ കിടക്കുന്ന മനുഷ്യന്റെ അവശിഷ്ടങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഒരു കൈ യാചനയെന്ന പോലെ, അല്ലെങ്കിൽ പ്രതികാരം ആവശ്യപ്പെട്ട് എന്നെ നോക്കി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായി തോന്നി. ഭാഗ്യത്തിന് അവന്റെ തല മറുഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു. അതിനാൽ ഉച്ചകഴിഞ്ഞ് താൻ ശ്രദ്ധിച്ച ആ ഭയങ്കരമായ മുഖഭാവം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്നൊരു മാൻ ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടാക്കി. അത് ഏകദേശം അരമൈൽ അകലെ നിന്ന് തുടർച്ചയായി കേട്ടു. അതിനു പിന്നാലെ പുള്ളിമാനിന്റെ മൂർച്ചയുള്ള ശബ്ദവും കേട്ടു. ഞാൻ ആശ്വാസത്തോടെ ഒരു നെടുവീർപ്പിട്ടു. അവസാന നടപടിക്കായി എന്റെ നാഡികളെയും പേശികളെയും ഒരുക്കി. കാടിന്റെ രാത്രികാവൽക്കാരായ എന്റെ സുഹൃത്തുക്കൾ അവരുടെ ജോലി വിശ്വസ്തയോടെ പൂർത്തിയാക്കി. പെൺകടുവ അടുത്തു വരുന്നുണ്ടെന്നും അതിനെ കണ്ടുവെന്നും എനിക്കറിയാമായിരുന്നു. വിളികൾ ക്രമേണ നിലച്ചു. അതിനർത്ഥം പെൺകടുവ വിളിച്ചവരുടെ ദൂരപരിധി വിട്ടെന്നും ഇപ്പോൾ അടുത്തെത്തിയെന്നുമായി. തോടിന്റെ 20 വാര് വലത്തേക്ക് തിരിയുന്ന വളവിലേക്ക് ഞാൻ കണ്ണുകൾ ഉറപ്പിച്ചു. അവിടെ നിന്ന് ഏതു നിമിഷവും നരഭോജി പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എന്റെ വാച്ച് വ്യക്തമായി കാണാവുന്ന ചന്ദ്രന്റെ വെളിച്ചത്തിൽ 30 മിനിറ്റ് കടന്നുപോയി. പിന്നീട് 45 മിനിറ്റും. വിചിത്രമായി തോന്നുന്നു, ഞാൻ ചിന്തിച്ചു. കടുവ നേരത്തെ എത്തേണ്ടതായിരുന്നു. അരമൈൽ ദൂരം താണ്ടാൻ അവൾക്ക് 45 മിനിറ്റ് അടിക്കില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഭയങ്കരമായ അപകടം വരാൻ പോകുന്നു എന്ന് തോന്നി. നമ്മൾക്കെല്ലാമുള്ളതും എന്നാൽ കുറച്ചുപേർ മാത്രം വളർത്തിയെടുക്കുന്നതുമായ ആ ആറാം ഇന്ദ്രിയം എനിക്ക് പലപ്പോഴും സഹായകമായിട്ടുണ്ട്. എന്റെ എല്ലാ മുൻകരുതലുകളും പൂർണ്ണമായ മറവും കേവല നിശബ്ദതയും ഉണ്ടായിരുന്നിട്ടും കടുവ എങ്ങനെയോ എന്റെ സാന്നിധ്യം തിരിച്ചടിഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ മറ്റെപ്പോഴെങ്കിലും അവസാന കുതിപ്പിന് തയ്യാറെടുത്തെന്നെ പിന്തുടരുന്നുണ്ടെന്നും എനിക്കൊരു സംശയവുമുണ്ടായിരുന്നില്ല. അപകടകരമായ നിമിഷങ്ങളിൽ കാടിനെ അറിയുന്ന നമ്മൾ വേഗത്തിൽ ചിന്തിക്കും. അങ്ങനെയുള്ള വേഗത്തിലുള്ള ചിന്തയിലേക്ക് മനസ്സിനെ നയിക്കുന്നത് ധൈര്യമല്ല. കാരണം ഈ നിമിഷത്തിൽ ഞാൻ വളരെ ഭയത്തിലായിരുന്നു. എന്റെ മുഖത്തുകൂടി തണുത്ത വിയർപ്പൊഴുകുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. കടുവ തോടിലോ അല്ലെങ്കിൽ എന്റെ താഴെയോ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അവളെ കണ്ടേനെ. അവൾ എതിർവശത്തുള്ള ഇടതൂർന്ന കുറ്റിക്കാടുകളിൽ ഒളിഞ്ഞിരുന്ന് എന്റെ സ്ഥാനം വീക്ഷിക്കുന്നുണ്ടാകാം. പക്ഷേ അവിടെ അവളുടെ സാന്നിധ്യം എന്നെ കൂടുതലായി വേട്ടയാടുന്ന അപകടബോധത്തിന് ഒരു കാരണമാവില്ലെന്ന് എനിക്ക് തോന്നി. അവൾ എന്റെ മുകളിലോ പിന്നിലോ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. എന്റെ പിന്നിലുള്ള 4 അടി ഉയരമുള്ള പാറഭിത്തി എന്നെ പിന്നിലേക്ക് നോക്കാൻ അനുവദിക്കില്ലായിരുന്നു. അതിനുവേണ്ടി ഞാൻ പകുതി കുനിഞ്ഞോ പകുതി മുട്ടുകുത്തിയോ നിൽക്കണം. അത് ഒരു മികച്ച വെടിവയ്പ് അസാധ്യമാക്കും. കൂടാതെ എതിർവശത്തെ കരയിലോ തോടിലോ ഉള്ള ഏതെങ്കിലും നിരീക്ഷകനും എന്റെ സ്ഥാനം പൂർണ്ണമായും മനസ്സിലാക്കുകയും ചെയ്യും. ഒരു നിമിഷം ഈ മുൻകരുതലെടുക്കാത്തതിന് ഞാൻ എന്നെ തന്നെ ശപിച്ചു. ഒരു നിമിഷം കൂടി ഞാൻ മടിച്ചു നിന്നപ്പോൾ ഒരു നേരിയ മണൽത്തരി എന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. ഒരുപക്ഷേ എനിക്കിപ്പോൾ വളരെ അടുത്തായിട്ടുള്ള കൊലയാളി അവസാന കുതിപ്പിനായി സ്വയം ഒരുങ്ങിക്കൊണ്ടിളക്കിയതാകാമത്. ഞാൻ ഒട്ടും മടിച്ചു നിന്നില്ല. എന്റെ മരവിച്ച കാലുകൾ കൊണ്ട് ഞാൻ എന്നെത്തന്നെ പകുതി കുനിഞ്ഞ നിലയിലേക്ക് ഉയർത്തി. ഒരേ സമയം നിറച്ച തോക്ക് തിരിച്ച് അതിന്റെ അറ്റം എന്റെ മുഖത്തിനു നേരെയാക്കി. പിന്നീട് ഞാനൊരംശം കൂടി എന്നെ ഉയർത്തി എന്റെ കണ്ണുകളും തോക്കിന്റെ അറ്റവും ആ തട്ടകത്തിനു മുകളിലേക്ക് വന്നു. ഭയങ്കരമായൊരു കാഴ്ച വെളിപ്പെട്ടു. പെൺകടുവ 8 അടി മാത്രം അകലെയായി വയറമർത്തിക്കൊണ്ട് എന്നെ ലക്ഷ്യമാക്കി ആ ചരിഞ്ഞ പാറയിലൂടെ ഇഴഞ്ഞുവരുന്നു. അത്ഭുതത്തോടെ ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ചു പ്രതികരിച്ചു. ഭയം നിറഞ്ഞ ഒരു അലർച്ചയോടെ പെൺകടുവ കുതിക്കാൻ തുടങ്ങി. അതേസമയം ഞാൻ വീണ്ടും താഴേക്ക് കുനിഞ്ഞു. അതേ നിമിഷം എന്റെ വിരൽ ട്രിഗറിൽ അമർത്തി. എന്റെ ചെവിയിൽ നിന്ന് ഏതാനും ഇഞ്ചുകൾ അകലെ വെച്ചുള്ള തോക്കിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം ആ രാക്ഷസീയമായ അലർച്ചയുമായി കലർന്നൊരു ശബ്ദമുണ്ടാക്കി.
അതിന്നും എന്റെ സ്വപ്നങ്ങളിൽ എന്നെ വേട്ടയാടുന്നു, എന്നെ ഭയന്ന് വിറച്ചുകൊണ്ടുണർത്തുന്നു. ഞാൻ ഒളിച്ചിരുന്ന തട്ടകത്തെക്കുറിച്ച് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. തോക്കിന്റെ ശക്തമായ ശബ്ദവും അതിന്റെ മുഖത്തേക്ക് വന്ന തീരും അവളെ പരിഭ്രാന്തയാക്കി. അവളുടെ ലക്ഷ്യം മാറ്റി രക്ഷപ്പെടാൻ പ്രേരിപ്പിച്ചു. അവൾ എന്റെ തലയ്ക്ക് മുകളിലൂടെ ചാടി. പോകുമ്പോൾ അവളുടെ പിൻകാല് തോക്കിന്റെ മസിലിൽ തട്ടി. അതോടെ തോക്ക് എന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് ചരിഞ്ഞ പാറയിലൂടെ താഴേക്ക് വഴുതി താഴെയുള്ള മണലിൽ വീണു. അവിടെ അത് പകുതി തിന്ന മൃതദേഹത്തിനടുത്ത് കിടന്നു. തോക്കിനേക്കാൾ വേഗത്തിൽ പെൺകടുവ തോടിന്റെ അടിയിലെത്തി. 2 കുതിപ്പുകളിലും ഒരു ചുമച്ചുള്ള അലർച്ചയിലും അവൾ എതിർവശത്തുള്ള കുറ്റിക്കാടുകളിൽ മറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ ഞാൻ ഞെട്ടി. ഞാൻ നിരായുധനും നിസ്സഹായനുമാണെന്ന് മനസ്സിലാക്കി. പെൺകടുവ തിരികെ വന്നാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതേസമയം തോക്കെടുക്കാൻ താഴേക്കിറങ്ങിയാൽ എതിർവശത്തെ കുറ്റിക്കാടുകളിൽ മൃഗം മുറിവേട്ട നിലയിൽ കിടക്കുകയാണെങ്കിൽ എന്നെ ആക്രമിക്കാൻ അത് കാരണമാകും. പക്ഷേ അനിശ്ചിതത്വത്തെക്കാളും നിസ്സഹായതയേക്കാളും എന്തും ചെയ്യാനുള്ള മനസ്സ് നല്ലതായി തോന്നി. അതിനാൽ ഞാൻ തോക്കെടുക്കാനും തിരികെ കയറാനും വേണ്ടി താഴേക്ക് ചാടി. ഓരോ നിമിഷവും ആക്രമിക്കുന്ന കൊലയാളിയുടെ ഭീകരമായ അലർച്ച കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ഞാൻ തിരികെ തട്ടകത്തിലെത്തി. വേഗത്തിൽ പരിശോധിച്ചപ്പോൾ തോക്ക് വീഴ്ചയിൽ കേടുപാടുകൾ സംഭവിച്ചില്ലെന്ന് മനസ്സിലാക്കി. തോക്കിന്റെ ബട്ട് വീഴ്ചയുടെ ആഘാതം താങ്ങി. തീർന്ന് വെടിയുണ്ട മാറ്റി. ഞാൻ കടുവയെ ശരിക്കും വെടിവെച്ചോ അതോ വളരെ അടുത്ത ദൂരത്ത് വെച്ച് എനിക്ക് ലക്ഷ്യം തെറ്റിയോ എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ എന്റെ പിന്നിലുള്ള തട്ടകത്തിൽ എനിക്ക് 2 അടി മാത്രം അകലെയായി എന്തോ കറുപ്പും വെളുപ്പുമുള്ള ഒരു വസ്തു ശ്രദ്ധിച്ചത്. അത് കയ്യിലെടുത്തപ്പോൾ അത് പെൺകടുവയുടെ ചെവിയുടെ ഒരു വലിയ ഭാഗമാണെന്ന് ഞാൻ കണ്ടെത്തി. അതിപ്പോഴും എനിക്ക് ചൂടുള്ളതായിരുന്നു. അതിന്റെ കീറിയ ഭാഗത്ത് നിന്ന് അധികം രക്തമൊഴുകിയില്ല. ഞാൻ നിരാശനും ലജ്ജിതനുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ വികാരങ്ങളുടെ 10-1 പോലും ആകില്ല. നരഭോജിയെ പോയിന്റ് ബ്ലാങ്ക് ദൂരത്തിൽ വെച്ച് കൊല്ലുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. അവളെ മുറിവേൽപ്പിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അവളുടെ ചെവി പറിച്ചു മാറ്റിയത് കുറച്ച് ദിവസത്തേക്ക് ചെറിയ വേദന ഉണ്ടാക്കുന്നതിനപ്പുറം അവൾക്കൊരു അസൗകര്യവും ഉണ്ടാക്കില്ല. മറുവശത്ത് എന്റെ ഈ വിഡ്ഢിത്തം രണ്ടാമതൊരു തവണയും ഇരയുടെ അടുത്തു വരാൻ അവളെ പഠിപ്പിക്കും. ഇതവളെ കൂടുതൽ സൂത്രശാലിയും അപകടകാരിയും വിനാശകാരിയുമാക്കും. കാരണം ഇപ്പോൾ അവൾക്ക് കൊല്ലുമ്പോൾ തന്നെ കഴിക്കണം, പിന്നെ വിശക്കുമ്പോൾ വീണ്ടും കൊല്ലണം. ഇത് സാധാരണ ആവശ്യത്തേക്കാൾ കൂടുതൽ കൊലപാതകങ്ങൾക്ക് കാരണമാകും. ഒരുപക്ഷേ അവൾ അവളുടെ പ്രവർത്തനമേഖല മാറ്റുകയും മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയും അവിടെ നരഭോജിയുടെ വരവിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ എളുപ്പത്തിൽ ഇരയായി മാറുകയും ചെയ്യാം. ഞാൻ ആ രാത്രി മുഴുവൻ എന്നെ തന്നെ ശപിച്ചു. പെൺകടുവ വീണ്ടും വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എല്ലാം വെറുതെയായിരുന്നു. രാവിലെ എന്റെ ആളുകൾ തിരികെ വന്നപ്പോൾ ഞാൻ അതിയായ നിരാശയിലും പ്രതീക്ഷയില്ലാതെയും ഇരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒന്നും കഴിക്കാത്ത എന്നെ അവർ കൊണ്ടുവന്ന ചൂടുള്ള ചായയും സാൻഡ്വിച്ചുകളും അതിനുശേഷം ഞാൻ വലിച്ച നല്ല കടുപ്പമുള്ള പുകയിലയും എന്റെ മാനസികാവസ്ഥയെ അല്പം മെച്ചപ്പെടുത്തി. കാരണം എന്റെ 6ാം ഇന്ദ്രിയം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇരയുടെ പോലെ ഒരു പകുതി തിന്ന മൃതദേഹമായി കിടക്കേണ്ടി വരുമായിരുന്നു. ശരിക്കും നന്ദി പറയാൻ എനിക്കൊരു കാരണമുണ്ടായിരുന്നു. കടുവ ചാടിയ സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്നു. രക്തത്തിന്റെ പാടുകൾക്കായി ചുറ്റും തിരഞ്ഞു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കേടുപാട് പറ്റിയ ചെവി കാരണം ഇടയ്ക്കിടെ കുറ്റിച്ചെടികളിൽ കണ്ട നേരിയ പാടുകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ഇത് കടുവയെ സംബന്ധിച്ച് വളരെ അത്ഭുതകരമായൊരു സാഹചര്യമായിരുന്നു. ഈ പാടുകളും കുറച്ചു ദൂരം ചെന്നപ്പോൾ ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടു. അങ്ങനെ പൂർണ്ണ പരാജയം അറിയിക്കാൻ ഞങ്ങൾ ദുഃഖിതരായ ഒരു കൂട്ടം ആളുകളായി ഗ്രാമത്തിലേക്കും ആൻചട്ടിയിലേക്കും അവസാനം ഗുണ്ടലത്തിലേക്കും മടങ്ങി. ഞാൻ ഗുണ്ടലത്തിൽ പിന്നെയും 10 ദിവസത്തേക്ക് കൂടി താമസിച്ചു. വിജയം നേടാൻ എനിക്ക് സാധ്യത കുറവാണെന്നറിഞ്ഞിട്ടും ഞാൻ എല്ലാ ദിവസവും എന്റെ പോത്തുകളെ ഇരയായി കെട്ടിയിട്ടു. മുഴുവൻ രാവിലെയും വൈകുന്നേരവും ഞാൻ കടുവയെ കാണുമെന്ന പ്രതീക്ഷയിൽ കാടുകളിലായി തിരച്ചിലായിരുന്നു. രാത്രികൾ നീർച്ചാലുകൾക്കടുത്തും കടുവകൾക്ക് പോകാൻ സാധ്യതയുള്ള വഴികളിലും ഗുണ്ടലം പുഴയുടെ കരയിലും ഞാനിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പുലർച്ചെ ഗ്രാമീണർ കൂടുതൽ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ശേഖരിക്കാൻ എല്ലാ ദിശയിലേക്കും പോയിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പെൺകടുവ അവളുടെ താവളങ്ങൾ ഉപേക്ഷിച്ച് കൂടുതൽ ആരോഗ്യകരമായ സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു. 11ാം ദിവസം ഞാൻ ഗുണ്ടലത്തിൽ നിന്ന് ആഞ്ചട്ടിയിലേക്കും ഡെങ്കനിക്കോട്ടയിലേക്കും യാത്ര തുടങ്ങി. അവിടെ നിന്ന് ഞാൻ ഹോസൂറിലേക്ക് പോയി. അവിടെ ഞാൻ എന്റെ സുഹൃത്തായ സബ് കളക്ടറോട് നടന്നതെല്ലാം പറഞ്ഞു.
കൂടുതൽ കൊലപാതകങ്ങൾ നടന്നാൽ ഉടൻ തന്നെ എന്നെ അറിയിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം ഇപ്പോൾ ആ പ്രദേശത്തെ ആളുകളുടെ ക്ഷേമത്തിന് ഞാൻ ഉത്തരവാദിയാണെന്ന് എനിക്കു തോന്നി. പിന്നീട് ഞാൻ ഹോസൂർ വിട്ട് എന്റെ ബാംഗ്ലൂരിലുള്ള വീട്ടിലേക്ക് മടങ്ങി. 5 മാസങ്ങൾ കടന്നുപോയി. ഈ സമയത്തിനിടയിൽ എനിക്ക് സബ് കളക്ടറിൽ നിന്ന് 3 കത്തുകൾ കിട്ടി. വിദൂര സ്ഥലങ്ങളിൽ കടുവ മനുഷ്യരെ കൊന്നതിനെക്കുറിച്ചുള്ള കിംവദന്തികളായിരുന്നു അതിൽ. 2 കത്തുകൾ കാവേരി നദിക്ക് അപ്പുറത്തുള്ള കോയമ്പത്തൂർ ജില്ലയിൽ നിന്നും, 1 മൈസൂർ സംസ്ഥാനത്തിൽ നിന്നും, 4-മത്തേത് അതിലും ദൂരെയുള്ളൊരു സ്ഥലത്തു നിന്നുമായിരുന്നു. പിന്നീട് ഞാൻ ഭയന്നിരുന്നതും എന്നാൽ സംഭവിക്കരുതെന്ന് പ്രതീക്ഷിച്ചിരുന്നതുമായ ആ ദുഃഖവാർത്ത പെട്ടെന്ന് വന്നു. ഗുണ്ടലത്തിൽ ഒരു കടുവ വീണ്ടും ആക്രമിച്ചു. അവിടെ അത് അതിന്റെ 8-മത്തെ ഇരയെ കൊന്നു. അടുത്ത ദിവസം വൈകുന്നേരം സുലഗുണ്ടയിലെ ചെറിയ അമ്പലത്തിന്റെ വാതിൽക്കൽ നിന്ന് 40 വർഷമായി ആ സ്ഥലം പരിപാലിച്ചിരുന്ന വൃദ്ധനായ പൂജാരിയെ അത് റാഞ്ചി. ഉടൻ തന്നെ വരണമെന്നുള്ള അപേക്ഷയോടെയാണ് കത്ത് അവസാനിച്ചത്. അങ്ങനെയൊരു അടിയന്തര ക്ഷണം ആവശ്യമില്ലായിരുന്നു. കാരണം ഏറ്റവും മോശത്തിന് ഞാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. 2 മണിക്കൂറിനുള്ളിൽ ഞാൻ ജോലഗിരിയിലേക്ക് കാർ ഓടിക്കാൻ തുടങ്ങി. അവിടെ എത്തിയപ്പോൾ സുലഗുണ്ടയിലെ അമ്പലത്തിലെ വൃദ്ധനായ പൂജാരിയുടെ മരണത്തിന് ദൃക്സാക്ഷികളായ തീർത്ഥാടകരിൽ ഒരാളോട് സംസാരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഒരു കൂട്ടം ആളുകൾ തീർത്ഥയാത്രയിലായിരുന്നെന്നും അവർ അമ്പലത്തിലേക്കടുത്തപ്പോൾ ഒരു കടുവയുടെ നേരിയ മുരൾച്ച കേട്ട് ഭയപ്പെട്ടെന്നും 30 വാര അകലെ വളർന്നുനിന്ന ഒരു വലിയ അരയാൽ മരത്തിന്റെ വേരുകളിൽ നിന്ന് അത് കാട്ടിലേക്ക് ചാടിപ്പോയെന്നും അവർ പറഞ്ഞു. അമ്പലത്തിനുള്ളിലേക്ക് ഓടിക്കയറിയ അവർ അത് ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ട് അതിശയിച്ചു. പുറത്തേക്ക് നോക്കിയപ്പോൾ അവർക്ക് നേരെ നിന്ന അരയാൽ മരത്തിന്റെ വളഞ്ഞ വേരുകൾക്കിടയിൽ വൃദ്ധനായ പൂജാരിയുടെ ശരീരം കിടക്കുന്നത് കണ്ട് അവർ ഞെട്ടി. കുറച്ചു സമയത്തിനു ശേഷം വളരെ ഭയത്തോടെ അവർ ഒരുമിച്ചടുത്തേക്ക് ചെന്നപ്പോൾ വൃദ്ധനായ പൂജാരിയെ അമ്പലത്തിനടുത്തുവെച്ചോ ഉള്ളിൽ വെച്ചോ ആക്രമിക്കപ്പെട്ടെന്നും പിന്നീട് തിന്നാൻ വേണ്ടി ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോയതാണെന്നും മനസ്സിലാക്കി. തീർത്ഥാടകർ വന്നപ്പോൾ കടുവ ഇതിനകം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു. അവന്റെ മെലിഞ്ഞ നെഞ്ചിന്റെ ഒരു ഭാഗം കഴിച്ചിരുന്നു. എന്റെ കൂടെ സംസാരിച്ച ആളോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ കടുവയുടെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം ശ്രദ്ധിച്ചോ എന്ന് ഞാൻ പ്രത്യേകം ചോദിച്ചു. പക്ഷേ അവർ എല്ലാവരും ഭയന്ന് ഒരു കുറവും ശ്രദ്ധിച്ചില്ലെന്ന് അവർ പറഞ്ഞു. ഞാൻ എന്റെ 3 പേരടങ്ങുന്ന സംഘവുമായി സുലഗുണ്ടയിലേക്ക് ധൃതിപ്പെട്ടു. ഇരുട്ടാകാറായപ്പോൾ അവിടെയെത്തി. യാത്രയുടെ അവസാന 2 മൈൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം മുളങ്കാടുകളാൽ ഇടതൂർന്ന 2 കുത്തനെയുള്ള കുന്നുകൾക്കിടയിലെ താഴ്വരയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. പക്ഷേ അവിടെ ഞങ്ങൾ ഒരു ഒറ്റക്കൊമ്പന്റെ പെട്ടെന്നുള്ള ചിഹ്നംവിളിയല്ലാതെ ഒന്നും കേൾക്കുകയോ കാണുകയോ ചെയ്തില്ല. കുറച്ചു കാലമായി ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആന തീർത്ഥാടകരെ ശല്യപ്പെടുത്തുന്നതിൽ സന്തോഷിച്ചിരുന്നു. അവർ ചെറിയ സംഘങ്ങളായി വരുമ്പോൾ അവരെ പിന്തുടരാൻ അതിഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അതൊരു മറ്റൊരു കഥയാണ്. ഒരു ശരിയായ ക്യാമ്പുണ്ടാക്കാൻ സമയമുണ്ടായിരുന്നില്ല. അതിനാൽ അമ്പലത്തിന്റെ ഒഴിഞ്ഞ മുൻവശത്ത് ഉറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. സാധാരണ സാഹചര്യങ്ങളിൽ ഞാനും എന്റെ കൂടെയുള്ളവരും തീർച്ചയായും അങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷേ രാത്രിയും നരഭോജിയുടെ സാമീഥ്യവും എല്ലാ മടികളും തത്വങ്ങളും മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ചു. ഞാൻ വെടിയുണ്ട നിറച്ച തോക്കുമായി കാവൽ നിന്നു. എന്റെ 3 അനുയായികൾ സമീപത്ത് ധാരാളമായി കിടന്നിരുന്ന കുറ്റിക്കാടുകളും അഴുകിയ മരത്തണികളും വേഗത്തിൽ ശേഖരിച്ച് തണുപ്പിൽ നിന്നും സംരക്ഷണത്തിനായും ഒരു തീ കൂട്ടാനൊരുങ്ങി. ഈ സമയങ്ങളിൽ പൂർണ്ണചന്ദ്രനായിരുന്നില്ല. അതിനാൽ ചുറ്റുപാടും ഇരുട്ടിൽ മൂടപ്പെടും. അത്തരം സാഹചര്യത്തിൽ നരഭോജിക്കായിരിക്കാൻ ശ്രമിക്കുന്നത് വളരെ അപകടകരവും നിഷ്ഫലവുമാകുമായിരുന്നു. താമസിയാതെ ഞങ്ങളൊരു വലിയ തീ കൂട്ടി. അതിന്റെ ഉള്ളിലായി ഇരുണ്ട കാടിന് അഭിമുഖമായി ഞങ്ങളിരുന്നു. ആ കൊലയാളി ഞങ്ങൾക്ക് 2 അടി അകലെ വരെ വരാൻ സാധ്യതയുണ്ടായിരുന്നു. ശ്രദ്ധയോടെ കേട്ടപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടെ മാനിന്റെ ശബ്ദം കേട്ടു. പക്ഷേ അത് തുടർച്ചയായിരുന്നില്ല. അതുകൊണ്ട് അർദ്ധരാത്രിക്ക് ശേഷം ഞങ്ങൾ 2 പേർ വീതം 3 മണിക്കൂർ കാവൽ നിൽക്കാൻ തീരുമാനിച്ചു. ഞാനും എന്റെ ഒരു കൂട്ടാളിയും ആദ്യത്തെ ഊഴമെടുക്കാൻ തീരുമാനിച്ചു. മറ്റു 2 പേർ പെട്ടെന്നുറങ്ങിപ്പോയി. ഒന്നും അനിഷ്ടകരമായി സംഭവിച്ചില്ല. എങ്കിലും ഒരൊറ്റയാൻ പെട്ടെന്ന് അടുത്തേക്ക് വന്ന് ചിഹ്നം വിളിച്ചൂടിപ്പോയി. ഒരു കുറുക്കൻ പുലർച്ചെ ഏകദേശം 2 മണിക്ക് അതിന്റെ മൂർച്ചയേറിയ ശബ്ദം പുറപ്പെടുവിച്ചു. പക്ഷേ അത് തുടരാത്തതുകൊണ്ട് ഒരലഞ്ഞുതിരിയുന്ന പുള്ളിപ്പുലി ശല്യപ്പെടുത്തിയതാണെന്ന് ഞാൻ തീരുമാനിച്ചു.
3 മണിയായപ്പോൾ ഞാൻ ഉറങ്ങിക്കിടന്ന രണ്ടുപേരെ ഉണർത്തി. ഞാൻ സ്വപ്നങ്ങളില്ലാത്ത ഒരു ഉറക്കത്തിലേക്ക് വീണു. സൂര്യൻ ഉദിക്കുന്നതിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു കാട്ടുകോഴിയുടെ നല്ല ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. അടുത്തുള്ള കിണറ്റിൽ നിന്നും വെള്ളമെടുത്തുണ്ടാക്കിയ ചൂടുള്ള ചായയും കുറച്ചു ഭക്ഷണവും ഞങ്ങൾക്ക് പുതിയ ഉന്മേഷവും ധൈര്യവും നൽകി. അതിനുശേഷം ഞാൻ വലിയ അരയാൽ മരത്തിനടുത്തേക്ക് നടന്നു. വൃദ്ധനായ പൂജാരിയുടെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചു. പകൽ കഴുകന്മാരും രാത്രിയിൽ കഴുതപ്പുലികളും കുറുക്കന്മാരും അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ബാക്കിയുള്ള മാംസങ്ങളും ഭക്ഷിച്ചിരുന്നു. കുറച്ച് അസ്ഥികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അടുത്ത 1 മണിക്കൂർ കാൽപ്പാടുകൾ കണ്ടെത്താനും കൊലയാളിയെ തിരിച്ചറിയാനും വേണ്ടി ഞങ്ങൾ ചുറ്റും തിരഞ്ഞു. എന്നാൽ കുറച്ചു പഴയ പാടുകൾ കണ്ടെങ്കിലും അവയെ എന്റെ പെൺകടുവയുടെ പാടുകളായി എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ 9 മണിയോടെ ഞങ്ങൾ ഗുണ്ടലത്തിലേക്ക് 23 മൈൽ ദൂരമുള്ള നീണ്ട യാത്ര പുറപ്പെട്ടു. വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഇവിടെ അടുത്തിടെ നടന്ന കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്റെ അവസാന സന്ദർശനത്തിൽ ഞാൻ പോത്തിനെ കെട്ടിയിട്ട അതേ നീർച്ചാലിൽ കന്നുകാലികളെ മേച്ചുകൊണ്ടിരുന്ന ഒരു കന്നുകാലി മേച്ചിൽക്കാരനിൽ നിന്ന് എനിക്ക് കൊലയാളിയെക്കുറിച്ച് ആദ്യത്തെ കൃത്യമായ വിവരം കിട്ടി. അയാൾ തന്റെ കൂടെ കന്നുകാലിയെ മേച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരൻ പ്രാഥമിക ആവശ്യങ്ങൾക്കായി അടുത്തുള്ള ഒരു കുറ്റിച്ചെടിക്ക് സമീപത്തേക്ക് പോയെന്ന് പറഞ്ഞു. അയാൾ കുനിഞ്ഞിരുന്നപ്പോൾ കുറ്റിച്ചെടിക്കപ്പുറത്ത് ഒരു ചെവി മാത്രമുള്ള ഒരു കടുവയുടെ ചെകുത്താൻ തല ഉയർന്നു. അതിനു പിന്നാലെ അതിന്റെ ദുഷ്ടമായ വരകളുള്ള ശരീരം പ്രത്യക്ഷപ്പെട്ടു. പല്ലുകൾ അവന്റെ മുഖത്തും കഴുത്തിലും ആഴ്ന്നിറങ്ങിയപ്പോൾ അയാളൊന്ന് നിലവിളിച്ചു. അടുത്ത നിമിഷം കടുവയും ഇരയും കാട്ടിലേക്ക് അപ്രത്യക്ഷമായി. അവസാനം ഞാൻ ഭയപ്പെട്ടിരുന്നതും എന്നാൽ എങ്ങനെയോ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നതുമായ വിവരങ്ങൾ എനിക്ക് ലഭിച്ചു. അങ്ങനെ ഈ കൊലയാളി എന്റെ പഴയ ശത്രുവായ പെൺകടുവയാണെന്ന് സ്ഥിരീകരിച്ചു. അവൾ അവളുടെ മുൻ ആക്രമണസ്ഥലത്തേക്ക് തിരികെ വന്നിരിക്കുന്നു. എന്റെ മോശം വെടിയുടെ ഫലമായി ഇപ്പോൾ അവളുടെ ബുദ്ധി വളരെ കൂടിയിരിക്കുന്നു. ഈ മൃഗം കന്നുകാലികളെയോ പോറ്റുകളെയോ കൊന്നിട്ടില്ലെന്ന് എല്ലായിടത്തും ഞാൻ റിപ്പോർട്ടുകൾ കേട്ടിരുന്നു. അതിനാൽ ഞാൻ കഴിഞ്ഞ തവണത്തെപ്പോലെ ജീവനുള്ള ഇരകളെ കെട്ടിയിട്ട് സമയം കളഞ്ഞില്ല. കാരണം മുഖാമുഖമുള്ള ഏറ്റുമുട്ടലിൽ മാത്രമേ എനിക്ക് കീഴടക്കാൻ കഴിയുന്ന ഒരു എതിരാളിയാണ് എനിക്കിപ്പോൾ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. അടുത്ത 2 ദിവസത്തേക്ക് ഞാൻ വീണ്ടും ചുറ്റുമുള്ള കാടുകളിൽ കൊലയാളിയെ കാണുമെന്ന പ്രതീക്ഷയിൽ തിരഞ്ഞു. ഏതു നിമിഷവും പിന്നിൽ നിന്ന് ആക്രമിക്കപ്പെടാമെന്ന ഭയവും എനിക്കുണ്ടായിരുന്നു. ഗുണ്ടലം നദിയുടെ മൃദുവായ മണലിൽ ഞാൻ ധാരാളം കാൽപ്പാടുകൾ കണ്ടു. ജോലഗിരിയിലെ പെൺകടുവയുടെ പരിചിതമായ കാൽപ്പാടുകൾ അവിടെ വ്യക്തമായിരുന്നു. ഏകദേശം 5 മാസങ്ങൾക്ക് മുൻപ് ഞാൻ നടത്തിയ മോശം വെടിയാണ് കൂടുതൽ മരണങ്ങൾക്ക് കാരണമായതെന്ന ചിന്തയ്ക്ക് ഇത് കൂടുതൽ സ്ഥിരീകരണം നൽകി. 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ജോലഗിരിയിൽ നിന്ന് 30 മൈലോടി ഒരു കൂട്ടം ആളുകൾ വന്നത് അടുത്ത കൊലപാതകത്തെക്കുറിച്ച് എന്നെ അറിയിക്കാനാണ്. കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് ജോലഗിരി ഫോറസ്റ്റ് ബംഗ്ലാവിന്റെ 100 വാരയ്ക്കുള്ളിൽ അതിന്റെ കാവൽക്കാരനെ കൊന്ന് പകുടി തിന്നിരുന്നു. മനുഷ്യനെ കൊന്നശേഷം ഒരു ദിവസത്തിൽ കൂടുതൽ ഒരേ സ്ഥലത്ത് നിൽക്കാറില്ലെന്ന് കിംവദന്തിയുണ്ടായിരുന്നതുകൊണ്ട് പെൺകടുവ സുലഗുണ്ടയിലേക്കും ഗുണ്ടലത്തിലേക്കും മടങ്ങുമെന്ന് പ്രതീക്ഷിച്ച ഞാൻ എന്റെ കൂടെയുള്ളവരും ജോലഗിരിയിൽ നിന്നുള്ള കൂട്ടരുമടങ്ങുന്ന സംഘവുമായി ഉടൻ തന്നെ പുറപ്പെട്ടു. ജോലഗിരിയിൽ നിന്നുള്ളവർ ഗുണ്ടലത്തിലേക്ക് 30 മൈൽ ഓടിയിരുന്നെങ്കിലും എന്റെ തോക്കിന്റെ സംരക്ഷണത്തിൽ സുലഗുണ്ടയിലേക്ക് 25 മൈൽ തിരികെ നടക്കാൻ അവർ ഇഷ്ടപ്പെട്ടു. വീണ്ടും ഇരുണ്ടുവീങ്ങപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. രാത്രികൾ അപ്പോഴും ഇരുണ്ടതായിരുന്നതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ തീകൂട്ടി. എന്റെ കൂടെയുള്ളവരുടെ എണ്ണം എന്നെയടക്കം 12 വർദ്ധിച്ചിരുന്നു. ഇത് ഞങ്ങളെ കൂടുതൽ സുരക്ഷിതരാക്കി. പക്ഷേ എന്റെ വ്യക്തിപരമായ സുഖത്തിന് അത് ആവശ്യത്തിലധികം പേരായിരുന്നു. എന്നാൽ ഇത്തവണ ഞങ്ങൾക്ക് ഒരു സമാധാനപരമായ രാത്രിയായിരുന്നില്ല. രാത്രിയായപ്പോൾ തന്നെ മാനുകളും കാകറും അസ്വസ്ഥരായി. രാത്രി 8:30 ഞാൻ ഏകദേശം 1/2 മൈൽ അകലെ നിന്ന് ഒരു കടുവയുടെ വിളി കേട്ടു. 1 മണിക്കൂറിനു ശേഷം അത് വളരെ അടുത്തായി ആവർത്തിച്ചു. എനിക്കത് ഇണയെ വിളിക്കുന്ന ഒരു പെൺകടുവയുടെ ശബ്ദമാണെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞു. പെൺകടുവയും തീയും മനുഷ്യരുടെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞിരുന്നു. അവൾ ഒരു ഭക്ഷണത്തിനായി പ്രതീക്ഷിച്ചിരുന്നു. അവൾ 2 തവണ അമ്പലത്തിനു ചുറ്റും കറങ്ങി. അവളുടെ തുടർച്ചയായ ഇണയെ വിളിക്കുന്ന ശബ്ദങ്ങൾക്കിടയിൽ ആഗ്രഹത്തിന്റെ ശബ്ദങ്ങളും വ്യക്തമായി കേൾക്കാമായിരുന്നു. ഇതെനിക്കൊരാശയം നൽകി. പകൽ വെളിച്ചം വരുന്നതുവരെ അവളെ ഈ പ്രദേശത്ത് നിർത്താൻ എനിക്ക് കഴിഞ്ഞേക്കാം. അപ്പോൾ മാത്രമേ എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. 2 തവണ ഞാനൊരു ആൺകടുവയുടെ ശബ്ദത്തിൽ മറുപടി വിളിച്ചു. ഉടൻ തന്നെ ഈ ശക്തിയുള്ള പെൺകടുവയുടെ അടിയന്തരമായ വിളി എനിക്ക് ലഭിച്ചു. അവൾ തീ കൂട്ടിയ സ്ഥലത്തിന്റെ അരികിലേക്ക് വന്നു. ഞങ്ങളെ എല്ലാവരെയും ഏതാണ്ട് തളർത്തുന്ന രീതിയിൽ അവൾ ഉറക്കെ വിളിച്ചു. അവൾ സമീപത്തായിരിക്കുമ്പോൾ
ഞാൻ വിളിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. അത് അവളുടെ സംശയങ്ങൾ ഉണർത്തിയേക്കാം. അതേസമയം ആളുകളോട് ഉറക്കെ സംസാരിക്കാനും ആളിക്കത്തുന്ന തീയിൽ കൂടുതൽ വിറകിടാതിരിക്കാനും ഞാൻ നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങൾ അവർക്ക് തീർച്ചയായും അസുഖകരമായി തോന്നിയിരിക്കണം. ഇണചേരാനുള്ള ആഗ്രഹവും വിശപ്പും കാരണം പുലർച്ചെ വരെ പെൺകടുവയെ ഇവിടെ നിർത്താൻ ഈ തന്ത്രങ്ങൾ കൊണ്ട് എനിക്ക് കഴിഞ്ഞേക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പുലർച്ചയ്ക്ക് തൊട്ടുമുൻപ് അവൾ വീണ്ടും വിളിച്ചു. എന്റെ തന്ത്രം വിജയിച്ചതിലെനിക്ക് സന്തോഷം തോന്നി. വെളിച്ചം വരുമ്പോൾ തന്നെ ഞാൻ ജോലഗിരിയിലേക്കുള്ള വഴിയിലേക്ക് ധൃതിപ്പെട്ടു. 1/4 മൈൽ അകലെയായി 1 വർഷം മുൻപ് ആ മരത്തിനടിയിൽ വച്ച് ആൺകുട്ടിയെ കൊന്ന പുളിമരമുണ്ടായിരുന്നു. അത് ഒരുക്കങ്ങൾ ആവശ്യമില്ലാതെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. സുരക്ഷിതമായി മരത്തിനടുത്തെത്തി ഞാൻ ഏകദേശം 12 അടി മുകളിലായി ഒരു ശാഖയിൽ കയറി. അവിടെ എനിക്ക് സുഖമായിരിക്കാനും പാതയുടെ ഇരുവശങ്ങളും വ്യക്തമായി കാണാനും കഴിഞ്ഞു. പിന്നീട് എന്റെ ശ്വാസകോശം നിറച്ചൊരാൺകടുവയെപ്പോലെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു. നിശ്ശബ്ദത മാത്രമാണ് എനിക്ക് മറുപടി നൽകിയത്. പെൺകടുവ പുലർച്ചെ തന്നെ ഇവിടെ നിന്ന് പോയോ എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ഒരു പുതിയ ആശങ്ക എന്നെ പിടികൂടി. ഒരുപക്ഷേ അവൾ അമ്പലത്തിനടുത്തായി തലേന്ന് രാത്രി അവൾ കണ്ട ആളുകളിൽ ഒരാൾ പുറത്തുവരാൻ കാത്തിരിക്കുന്നുണ്ടാകാം. പുറപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്റെ കൂട്ടുകാരോട് ഒരു കാരണവശാലും അമ്പലം വിട്ടു പോകരുതെന്ന് കർശനമായി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അവരിൽ ആരെങ്കിലും എന്നെ അനുസരിക്കാതെ ഒരുപക്ഷേ പ്രാഥമിക ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അടുത്തുള്ള കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാനോ വേണ്ടി പോകുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു. ഞാൻ രണ്ടാമതും വിളിച്ചു. അപ്പോഴും മറുപടിയില്ല. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എന്റെ ശ്വാസകോശം പൊട്ടുന്നതുപോലെ ഞാൻ വീണ്ടും വിളിച്ചു. ഇത്തവണ ഞാൻ വിജയിച്ചു. കാരണം എന്റെ ശബ്ദം ഇടയിലുള്ള കാട്ടിലൂടെ തുളച്ചുകയറി അത് പെൺകടുവ കേട്ടു. അവൾ ഉടൻ തന്നെ അമ്പലത്തിന്റെ ദിശയിൽ നിന്ന് മറുപടി നൽകി. അവൾ ഭക്ഷണം തേടി അവിടെ പോയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം ഞാൻ 4ാമതും വിളിച്ചു. പെൺകടുവ വീണ്ടും എനിക്ക് മറുപടി നൽകി. അവൾ കാത്തിരിക്കുന്ന ഇണയെ തേടി എന്റെ ദിശയിൽ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ 2 തവണ കൂടി വിളിച്ചു. എന്റെ അവസാന വിളിക്ക് ഏകദേശം 100 വാര അകലെ നിന്ന് മറുപടി ലഭിച്ചു. തോക്ക് ലക്ഷ്യമാക്കി ഞാൻ ഏകദേശം 25 വാര അകലെയുള്ള വഴിയിലെ ഒരു സ്ഥലത്തേക്ക് നോക്കി. ആ ദൂരം താണ്ടാൻ അവൾക്ക് 30 സെക്കൻഡിൽ കുറവ് മാത്രമേ എടുക്കൂ എന്ന് ഞാൻ കണക്കാക്കി. ഞാൻ എണ്ണാൻ തുടങ്ങി. ഞാൻ 27 എണ്ണിയെത്തിയപ്പോൾ പെൺകടുവ പൂർണ്ണമായി കാഴ്ചയിലേക്ക് വന്നു. അവൾ ഇണയെ തേടി ചുറ്റും നോക്കുകയായിരുന്നു. മരത്തിൽ നിന്നുള്ള എന്റെ ഉയർന്ന സ്ഥാനത്ത് നിന്ന് അവളുടെ നഷ്ടപ്പെട്ട ചെവി വ്യക്തമായി കാണാമായിരുന്നു. ഒടുവിൽ നിരവധി ശ്രമങ്ങൾക്ക് ശേഷം അവൾ എന്റെ മുൻപിലേക്ക് വന്നു. ഇത്തവണ ഒരു പിഴവും ഉണ്ടാകില്ല. അവളുടെ മുന്നോട്ടുപോക്ക് നിർത്താൻ ഞാൻ നേരിയ ശബ്ദത്തിൽ മൂളി. അവൾ പെട്ടെന്ന് നിന്നു. അത്ഭുതത്തോടെ മുകളിലേക്ക് നോക്കി. അടുത്ത നിമിഷം എന്റെ .405 വെടിയുണ്ട കൃത്യമായി അവളുടെ കണ്ണുകൾക്കിടയിൽ തരിച്ചു. അവളൊരു ഞെട്ടലോടെ താഴേക്ക് വീണു. പൊടിയിൽ കിടന്നു വിറച്ചു. തലയോട്ടിയിൽ ഞാൻ 2ാമതും വെടിവെച്ചു. അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ലെങ്കിലും. ഈ 2ാമത്തെ വെടി തലയ്ക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കി. ജോലഗിരിയിലെ ഭയാനകനായ കൊലയാളി അവളുടെ ഭാവിക്ക് യോജിക്കാത്ത ഒരു ദയനീയവും നിന്ദ്യവുമായ അന്ത്യം കണ്ടെത്തി. അവളൊരു കൊലയാളിയും ക്രൂരയുമായിരുന്നിട്ടും അവളുടെ അന്ത്യം വരുത്താൻ ഞാൻ ഉപയോഗിച്ച കായികമല്ലാത്ത തന്ത്രത്തെക്കുറിച്ച് എന്റെ മനസാക്ഷിക്ക് ഒരു വേദന തോന്നി. കൂടുതൽ പറയാനില്ല. എന്റെ കൂടെയുള്ള 11 പേരും ആ മരിച്ച കടുവയെ കണ്ടപ്പോൾ ആഹ്ലാദിച്ചു. ഒരു തടിച്ച മരം മുറിച്ചു. അവളുടെ കാലുകൾ ശക്തമായ വള്ളികൾ കൊണ്ട് അതിലേക്ക് കെട്ടി ഞങ്ങൾ 7 മൈൽ ദൂരമുള്ള ജോലഗിരിയിലേക്കുള്ള നടത്തം തുടങ്ങി. ഭാരം കാരണം ഞങ്ങൾ ആടി. നരഭോജിയുടെ സാന്നിധ്യം കാരണം ഞങ്ങൾ ഗ്രാമത്തിലെത്തുന്നതുവരെ മനുഷ്യരാരും പുറത്തിറങ്ങിയിരുന്നില്ല. പിന്നീട് വിവരം പരന്നു. ജനക്കൂട്ടം ഞങ്ങളെ വളഞ്ഞു. അവർക്ക് അവരുടെ പഴയ ശത്രുവിനെ കാണാൻ ഞാൻ കുറച്ച് സമയം കൊടുത്തു. അതേസമയം ഞാൻ കുറച്ചകലെയുള്ള ഒരു മരത്തിലേക്ക് മാറി. അവിടെ ചൂടുള്ള ചായ എന്നെ ഉന്മേഷവാനാക്കി. അതിനുശേഷം കുറച്ച് ഭക്ഷണവും 2 പുകയിലയും കഴിച്ചു. പിന്നീട് ഞാൻ ഗ്രാമത്തിലേക്ക് മടങ്ങി. അവരുടെ സന്മനസ്സുള്ള കൈകൾ കടുവയെ എന്റെ 2 സീറ്റർ സ്റ്റുഡ്ബേക്കറിന്റെ പിൻസീറ്റിലേക്ക് കെട്ടാൻ എന്നെ സഹായിച്ചു. എന്റെ തെറ്റ് ഞാൻ തിരുത്തി.
പല മനുഷ്യരുടെയും മരണത്തിന് ഞാൻ പ്രതികാരം ചെയ്തെന്ന ആശ്വാസത്തോടെ ഞാൻ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി.